എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്നക്രിയായോഗികളെ, നവരാത്രിയുടെ 7-ാം ദിവസം നമ്മൾ ദിവ്യജനനിയെ ദേവി കാളരാത്രിയായി ആരാധിക്കുന്നു. കാലത്തിൻ്റെ രഹസ്യത്തെ നിയന്ത്രിക്കുന്ന ദേവിയുടെ ഉഗ്രരൂപം. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ എല്ലാം കാലത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ജീവിക്കും ഭൂമിയിൽ ജീവിക്കാൻ ഒരു കാലയളവ് നൽകുന്നു. ആ സമയം അവസാനിക്കുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് യാത്ര തുടരുന്നു, അല്ലേ? കാല ഒരു അഗാധമായ ഊർജമാണ്, ഒരു പ്രപഞ്ച ശക്തിയാണ്. ദേവി കാളരാത്രി ഈ ശക്തിയെ ഉൾക്കൊള്ളുന്നു. നമ്മൾ കൈവരിക്കേണ്ട ഏത് ആത്മീയ പുരോഗതിയും ഈ ജീവിതത്തിൻ്റെ പരിധിക്കുള്ളിൽ നേടണമെന്ന് ദേവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമയം ആരെയും കാത്തിരിക്കില്ല. രാത്രി പകലിനെ നിരന്തരം പിന്തുടരുന്നത് പോലെ പ്രകൃതിയുടെ നിയമം സമ്പൂർണമാണ്. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ മോചനത്തിനായി നാം വേണം പരിശ്രമിക്കാൻ. കാലരാത്രിയെ ഇരുട്ടിൻ്റെ സംഹാരകനെന്നും വിളിക്കുന്നു. എന്നിരുന്നാലും ഈ ഇരുട്ടിനെ ഭയപ്പെടേണ്ടതില്ല. കാരണം അത് അജ്ഞതയെ നീക്കം ചെയ്യുന്നതും ജീവൻ പ്രകാശിക്കുന്നതിനുള്ള പാതയുടെ വ്യക്തതയിൽ ഇരുട്ടിനെ തകർക്കുന്നതുമാണ്. ശിരസിൻ്റെ മുകൾ ഭാഗത്തുള്ള കിരീടകേന്ദ്രമായ സഹസ്രാര ചക്രത്തിൻ്റെ ഉണർവിനെയും ദേവി കാളരാത്രി സൂചിപ്പിക്കുന്നു. ഇത് ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഇരിപ്പിടമാണ്. സാധനയിലൂടെ യോഗി ദൈവികതയുമായുള്ള ഐക്യം അനുഭവിക്കുമ്പോൾ ബോധം സഹസ്രാരത്തിലേക്ക് ഉയരുന്നു, മോചനം കൈവരിക്കുന്നു. ഈ അവസ്ഥ സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജനനചക്രത്തിലേക്ക് മടങ്ങേണ്ട ആവശ്യമില്ല. ഭൂമിയിൽ സമയബന്ധിതമായി തുടരേണ്ട ആവശ്യവുമില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്നക്രിയായോഗികളെ, ഈ മനുഷ്യജന്മം പാഴാക്കരുത്. മറിച്ച് സുഷുമ്നക്രിയായോഗ പരിശീലനത്തിലൂടെ പരമമായ ലക്ഷ്യത്തിലെത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഭക്തിയോടെയും തുറന്ന മനസ്സോടെയും ഇരിക്കുക. ദിവ്യമാതാവിൻ്റെ കൃപ എല്ലാ അന്ധകാരങ്ങളെയും തകർത്ത് നിങ്ങളുടെ ബോധത്തെ മോചനത്തിലേക്ക് ഉയർത്താൻ അനുവദിക്കുക.